നമസ്തേ, അസിൻ ഹിയർ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നാളെയാണ് സബ് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പൊ ആസ് യൂഷ്വൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ ഷൂട്ട് ചെയ്യാറില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഇയറിലെ കലോത്സവം കുറച്ച് വെറൈറ്റി ആയിട്ട് പിടിക്കാന്ന് വിചാരിച്ചു. വലിയ വെറൈറ്റി ഒന്നുമില്ല, പക്ഷെ എനിക്ക് ഈ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാല് ഇപ്പോ എന്റെ ലാസ്റ്റ് ഇയർ ആയി, +2 ആയി. ഞാൻ ആകെ ഒരു തവണ സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അന്ന് ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ +1 പോയില്ലല്ലോ. അപ്പൊ ആ ടൈമിൽ അതൊക്കെ ഇരുന്ന് കാണുമ്പോൾ സത്യം പറയല്ലോ ഭയങ്കര ഹാപ്പിനെസ് ആണ്. അതേപോലെ തന്നെ ഇമോഷണലി ഒരുമാതിരിയാണ് അത്. അപ്പം അത് സംതിങ് സ്പെഷ്യൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഇയറിൽ ഡേ ഇൻ മൈ ലൈഫ് കൂടാതെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോ എനിക്ക് കിട്ടിയ കണ്ടന്റ് ആണ് പാക്കിംഗ് വീഡിയോ എടുക്കാലോ എന്ന് വിചാരിച്ചു. അതപ്പോ പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരുവിധം എന്തിനാ പറയണ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ല, എല്ലാവരുടെ വീട്ടിലുള്ളതാണ്. അപ്പൊ നമ്മള് അപ്പൊ വേറൊന്നുമല്ല, കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളുടെ വീട്ടിലും ഇത് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളത് വീഡിയോ എടുത്ത് ചെയ്യുന്ന അത്രേ ഉള്ളൂ. അതാണ് പറയാൻ വന്നത്. കുറെ ആയി അത് പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഒരു 100 അപ്പമായി പറയാല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ചടപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പൊ എവിടെ നിന്ന് തുടങ്ങണം? സത്യം പറയാലോ, ഇതൊന്നും ഞാനല്ല ആക്ച്വലി പാക്ക് ചെയ്യാറുള്ളത്. ഇതെല്ലാം ചെയ്യുന്നത് മമ്മിയാണ്. അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യും, ഞാൻ കിടന്നുറങ്ങും. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഇയർ കുറച്ച് നേരത്തെ തോന്നുന്നു. വീഡിയോ എടുക്കുന്നോണ്ടാണോ എന്താണെന്ന് അറിയില്ല. സാധാരണ ഈ ടൈമിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആകെ ഒരു 3 or 4 hour ഒക്കെ ഉറങ്ങാറുള്ളൂ. എല്ലാ കലോത്സവത്തിന്റെ ടൈമിലായാലും എല്ലാ പ്രോഗ്രാമിന്റെ ടൈമിലായാലും ഇതാണ് എന്റെ അവസ്ഥ. അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെയാണ് തോന്നുന്നു. അപ്പൊ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് ഫ്രഷ് ആയി വന്നിരിക്കാണ്. അപ്പൊ തോന്നി വീഡിയോ എന്തായാലും എടുക്കാലോ എന്ന്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് എന്നെത്തുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എഡിറ്റ് ചെയ്ത് ആദ്യം നമുക്ക് നോക്കാം ഇത് എവിടെ വരെ പോകും നോക്കട്ടെ. അതെ, ഇപ്പൊ സ്കൂള് കഴിഞ്ഞു, നമുക്ക് പ്രൈസ് ഉണ്ട്. ഇനി സബ്ബാണ് നാളെ. എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എന്റെ മാക്സിമം ഞാൻ ചെയ്യും. ലാസ്റ്റ് ഇയർ ആണ്. ഞാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യും, ഒക്കെ ഞാൻ ചെയ്യും. ഇനി മുകളിലിരിക്കുന്ന ആളുടെ കയ്യിലാണ്. അപ്പോ ഈ വീഡിയോ എന്ന് ഞാൻ പോസ്റ്റ് ചെയ്യും, എപ്പോ എഡിറ്റ് ചെയ്യും ഒന്നും എനിക്കറിയില്ല. ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് വീഡിയോസ്. അപ്പൊ എന്തായാലും എവിടെ വരെ പോകും നോക്കട്ടെ. അറ്റ് ദ എൻഡ് എവിടെയാണോ ഈ ഒരു ജേർണി എൻഡ് ചെയ്യുന്നത് അവിടെ തൊട്ട് ഞാൻ എടുത്ത വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അത് നമുക്ക് ഡ്രസ്സിന്റെ കാര്യം പറയാം. ഡ്രസ് നാളെയാണ് ഭരതനാട്യം പോക്ക് വരുന്നത്. പിന്നെ മറ്റന്നാണ് കുച്ചിപ്പുടി വരുന്നത്. അപ്പൊ ഭരതനാട്യം ഞാൻ ഈ ഒരു കളർ ഡ്രസ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു ലെമൺ യെല്ലോ പിന്നെ ഒരു പീകോക്ക് ബ്ലൂ അല്ലെ, പീകോക്ക് ബ്ലൂ അതാണ് കളർ വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണിത്. പിന്നെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഫുള്ള് യെല്ലോയില് കുളിച്ച് തോന്നുന്നുണ്ട്. കുച്ചിപ്പുടി യെല്ലോ, ഭരതനാട്യം യെല്ലോ, ഫോക്കിലും യെല്ലോ. ഓക്കെ, അപ്പൊ കുച്ചിപ്പുടിക്ക് ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്, യെല്ലോ ഗ്രീൻ ഈ ഒരു കോമ്പിനേഷൻ. പിന്നെ ഫോക്ക് യെല്ലോ റെഡ് ബ്ലാക്ക് ബ്ലൗസ്, അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കോസ്റ്റ്യൂം അതൊക്കെ തന്നെയാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള എപ്പോഴും കലോത്സവത്തിന് പോകുമ്പോഴായാലും അല്ലാതെ പെർഫോമൻസിന് പോകുമ്പോഴായാലും എപ്പോഴും ഡാൻസേഴ്സിന്റെ കയ്യിലുള്ള സംഭവമാണ് പിന്നെ ചെറിയ സ്റ്റേറ്റ് അതുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഇത് കാണിച്ചേക്കാം. എന്റെ അടുത്ത് ബാംഗിൾസ് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. അതിനൊരു റീസൺ ഉണ്ട്. എന്താന്ന് വെച്ചാല് ഞാൻ ഭയങ്കര വയർ പീസാ. അതായത് എന്റെ സൈസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പൊ ഞങ്ങള് രണ്ടുപേർക്കും സൈസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാല് മെയിൻലി എനിക്ക് വേണ്ടിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ കയറുകയാണെങ്കിൽ എന്റെ സൈസിനുള്ള ബാംഗിൾ കിട്ടി അപ്പൊ അത് പർച്ചേസ് ചെയ്യും കേട്ടോ. കാര്യം ഇത് ഭയങ്കര കുറവാണ് ഇങ്ങനത്തെ സൈസിൽ വള കിട്ടുന്നത്. അപ്പൊ കാണുമ്പോ വാങ്ങിച്ചു വെക്കും. പിന്നെ ഇത് ഭരതനാട്യം കുച്ചിപ്പുടി അങ്ങനെയൊന്നുമില്ല, ഇതിനാണെങ്കിലും യൂസ് ചെയ്യും ഞാൻ. ഇപ്പൊ ഭരതനാട്യത്തിന് ഇട്ടത് ഞാൻ കുച്ചിപ്പുടിക്ക് ഇടാറുണ്ട്, അങ്ങനെ മാറ്റി ഇടാറുണ്ട്. പിന്നെ ഇതാണ് ഫോക്കിന്റെ കുടിക്കുമാല അല്ലെ, ഫോക്കിന്റെ മാല.
പിന്നെ ഇത് ഞാൻ അത്രയും ആഗ്രഹിച്ച് പർച്ചേസ് ചെയ്തൊരു സംഭവമാണ്. ഇത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇത് നമുക്ക് ഹെയർ ആക്സസറീസ് ആണ്, ഹെയറിൽ വെക്കുന്നതാണ്. ഇത് ഞാൻ ചെയ്യാൻ പോകുന്ന ഐറ്റം സരസ്വതിയുടെ ഐറ്റാണ്. അപ്പൊ എനിക്ക് സരസ്വതിയുടെ തന്നെ കിട്ടി, ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു സംഭവമാണ്. ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷെ എന്നാലും വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് മാഷ് കൊണ്ടുവരും വേറെ, ചിലപ്പോ മാഷ് കൊണ്ടുവരാറുണ്ട്, ചിലപ്പോ ഇത് പിന്നെ ഓൾറെഡി എന്റെ കയ്യിലുള്ളതാണ് കേട്ടോ. ഹെയറിൽ വെക്കുന്നത് പോക്കറ്റ് ടിഷ്യൂ. ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ പെട്ടെന്ന് സ്വെറ്റ് ആവുന്ന ടൈപ്പാണ് ബാഗിനകത്ത്. അത് കഴിയാതെ വേറെ ഒന്നുണ്ട്. ഇത് എപ്പോഴും കൈ വയ്ക്കാറുണ്ട്. ഞാൻ പെട്ടെന്ന് സ്വെറ്റ് ആവുന്ന ടൈപ്പാണ്. ഒന്ന് പറഞ്ഞോ. പോക്കറ്റ് ടിഷ്യൂ വെച്ചതാ എന്റെ കുട്ടം കഴിഞ്ഞോ. അപ്പൊ പോക്കറ്റ് ടിഷ്യൂ മസ്റ്റ് ആവാറുണ്ട്. പിന്നെ എനിക്കറിയില്ല. ഇനി ഇതൊക്കെ പാക്ക് ചെയ്യുന്നത് എന്റെ ഡ്രസ്സുമാണ്. നമുക്ക് ഫസ്റ്റ് കുച്ചിപ്പുടി അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. കുച്ചിപ്പുടി ഭാഗത്തേക്ക് ആവശ്യമില്ല. കുച്ചിപ്പുടി ഇനി ഇതെല്ലാം പൊട്ടിച്ചിട്ട് ഇതിലാക്കിയിട്ട് ഇതിലാക്കാം. ഇനി സോപ്പിന്റെ മുടിവാറ ചെറുപ്പിന്റെ എടുത്തിട്ട് മുടിവാറ് ചെറുതൊരെണ്ണം എന്താ എവിടെയെന്നല്ല എടുത്ത് വെക്കാനേ. അപ്പൊ പിൻ ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചത്. അത് മീഷോന്നല്ല മോളെ, അത് നമ്മൾ ഹൈറോട്ടിന്ന് വാങ്ങിച്ചത്. തൃശ്ശൂർ ഹൈറോട്ടിന്ന് വാങ്ങിച്ചത്. ഇതും നല്ല അല്ലേ, ഇത് നല്ല യൂസ്ഫുൾ. അത് ചെറുതും വലുതും മിക്സ് ആവണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. സത്യം പറയാമല്ലോ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മമ്മിയോടായാലും അതേപോലെ തന്നെ വേറെ അമ്മമാരോടായാലും റെസ്പെക്റ്റാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടായിട്ടൊന്നും ആവില്ല കേട്ടോ നമുക്കിതൊക്കെ ചെയ്തു തരുന്നത്. ഞാനിവിടെ എൻ്റെ മമ്മി കഷ്ടപ്പെടുന്നത് ഞാൻ കുറേ തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ബാക്കിയുള്ളവരുടെ കാര്യം കേട്ടോ. അത്രയും കഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് ഇവിടുന്ന് സ്വരം കൂട്ടി വെച്ച് അങ്ങനെയായിരിക്കും നമുക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. അവരുടെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവരെത്ര കഷ്ടപ്പെട്ടാലും അലഞ്ഞ് തിരിഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ സ്റ്റേജിൽ കളിച്ച് കാണണം, നമ്മൾ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് കളിച്ച് കാണണം. അങ്ങനെയാണ് എൻ്റെ മമ്മി മാത്രമല്ല എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ പാക്ക് ചെയ്യുമ്പോൾ എനിക്കതാണ് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നത്. ഇപ്പോൾ കണ്ടത് സബ് ഡിസ്ട്രിക്റ്റിൻ്റെ പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഡിസ്ട്രിക്റ്റിൻ്റെ സെപ്പറേറ്റ് എടുക്കണ്ടെന്ന്, ബിക്കോസ് സെയിം തന്നെ ആയിരിക്കും, കോസ്റ്റ്യൂം മാത്രമേ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കോസ്റ്റ്യൂം കാണിക്കാമെന്ന്. ഇതാണ് കുച്ചിപ്പുടിക്ക് ഇടുന്നത്. പിന്നെ ഈ സിൽവർ കളർ വരുന്നത് ഭരതനാട്യം, വൈറ്റും ബ്ലാക്കും വരുന്നത് ഫോക്ക് ഡാൻസിൻ്റെ ആണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പാക്കിംഗ് വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഡാൻസ് ദസൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഉമ്മ.